യൂട്യൂബ് ലൈവ് ചെയ്യുന്നവർക്കായി വളരെ അടിപൊളി ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതായത് ലൈവിൽ ഒരു പുതിയ ഫീച്ചർ യൂട്യൂബ് വളരെ രഹസ്യമായി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങളിൽ പലരും ഇത് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതായത് ഈ ഫീച്ചർ നമ്മൾ കറക്റ്റായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈവിൽ വരുന്ന ഓഡിയൻസിനെ നമുക്ക് ഒരുപാട് നേരം നമ്മുടെ ഈ ലൈവിൽ തന്നെ പിടിച്ചിരുത്താൻ പറ്റും. അങ്ങനെ നമ്മുടെ ലൈവിൻ്റെ വ്യൂസും വാച്ചവേഴ്സും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും നമുക്ക് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ അപ്ഡേറ്റ് എന്താണ്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആദ്യം ഈ പുതിയ ഫീച്ചർ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. അതിനുശേഷം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്ലേയബിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്. ഇതിനുള്ളിൽ വളരെ രസകരമായ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചെറിയ ചെറിയ ഗെയിമുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ഗെയിം കളിച്ച് ഓഡിയൻസിനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് കളിച്ച് കാണിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഈ ഗെയിം കളിക്കുന്നതും ഓഡിയൻസിന് കാണാൻ പറ്റും. അതുപോലെ നമ്മളെയും അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഈ ഓഡിയൻസിന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഗെയിമിനുള്ളിലുള്ള സൗണ്ടും ഓഡിയൻസിന് കേൾക്കാൻ പറ്റും. അതുപോലെ ഈ ഗെയിമിനെ രസകരമാക്കാനായിട്ട് പലതരത്തിലുള്ള സൗണ്ടുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിച്ച് ഗെയിമിനെ രസകരമാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതും ഈ ഓഡിയൻസിന് കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് സൗണ്ടുകൾ കേൾക്കാനും പറ്റും. നല്ല രീതിയിൽ നമ്മൾ രസകരമായ രീതിയിൽ ഈ ഗെയിം കളിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഓഡിയൻസിന് കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത് വളരെ രസകരമായ ചെറിയ ചെറിയ ഗെയിമുകളാണെന്ന് ഞാൻ പറഞ്ഞു. വേണമെങ്കിൽ പെട്ടെന്ന് തീർന്നെന്ന് വരാം. അതല്ല നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ ഈ ലൈവിനെ മുന്നോട്ട് ഈ ഗെയിമിലൂടെ തന്നെ കളിച്ച് കൊണ്ടുപോകാവുന്നതുമാണ്. അതല്ല അത് ഇടയ്ക്ക് നമുക്ക് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഓഡിയൻസോട് നേരിട്ട് സംസാരിക്കുന്നു. അതിനിടയ്ക്ക് നമുക്ക് വീണ്ടും തോന്നുകയാണ് മറ്റൊരു ഗെയിം കളിച്ച് കാണിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു ഗെയിം കളിച്ച് കാണിക്കാവുന്നതാണ്. ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ നമുക്ക് നമ്മുടെ ലൈവിനെ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ നമ്മുടെ ലൈവിൽ തന്നെ ഒരുപാട് നേരം പിടിച്ചിരുത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ വാച്ച് അവർ കൂടെ കൂടുകയാണ്. അതുപോലെ തന്നെ ഓഡിയൻസ് എൻഗേജ്മെൻറ്റും കൂടുകയാണ്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ഈ ലൈവ് പോവുകയും കൂടുതൽ വ്യൂസും നമുക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബേഴ്സും അവിടെ കൂടി കിട്ടും. പക്ഷേ ഇതിൽ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റിൽ പറയാം. അതിനു മുമ്പ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നോക്കാം, ഞാനിപ്പോൾ ലൈവിലാണ്. ഇവിടെ നമ്മുടെ ഈ ലൈവിൻ്റെ സ്ക്രീനിൽ ഏറ്റവും താഴെ ഇവിടെയായിട്ട് നോക്കിയേ, ഇവിടെ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് പ്ലേയബിൾസ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തേ. ഇവിടെ നോക്കാം, പ്ലേയബിൾസ് ചൂസ് എ ഗെയിം ടു സ്ട്രീം വിത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നോക്കാം താഴെയായിട്ട് ഒരുപാട് ചെറിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കാം കുറേ ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ഗെയിം നമുക്ക് നമ്മുടെ ഈ ഓഡിയൻസിനെ കളിച്ച് കാണിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നോക്കാം ഏറ്റവും മുകളിൽ വന്നിട്ട് ആദ്യത്തെ ഗെയിം. ഇത് ഞാൻ ഓൾറെഡി ഒന്ന് കളിച്ച് നോക്കിയതാണ്. അതുകൊണ്ടാണ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ പ്ലേ എന്ന് പറഞ്ഞ് തന്നെ കാണിച്ചേനെ. അപ്പോൾ ഞാനിവിടെ ഈ തീഫ് പസിൽ എന്ന് പറയുന്ന ഈ ഗെയിം ഇതിനെ ഞാൻ കളിക്കുന്നു. അതിനായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക ആ ഗെയിം ലോഡാവുകയാണ്. കുറച്ച് സമയം എടുക്കത്തുള്ളൂ ലോഡാവാൻ. ഇവിടെ നോക്കുക ലോഡായി വന്നിട്ടുണ്ട്. ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഞാൻ ലൈവിലിരിക്കുന്ന എൻ്റെ ആ സ്ക്രീനും ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി എങ്ങനെയാണോ നിങ്ങൾ കളിക്കേണ്ടത് അതേപോലെ നിങ്ങൾ കളിക്കുക. അപ്പം ഞാൻ ഇതേപോലെ എന്തൊക്കെയോ ഒന്ന് കളിച്ച് ജസ്റ്റ് ആ ലൈവിലൊന്ന് നോക്കാൻ വേണ്ടി കളിച്ചതേ ഉള്ളൂ. അതുപോലെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഗെയിമിൻ്റെ സൗണ്ടും അതുപോലെ ഞാൻ സംസാരിക്കുന്ന സൗണ്ടും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കേട്ട് നോക്കിയാൽ കേട്ടല്ലോ, ഇതേപോലെ നമുക്ക് രണ്ട് സൗണ്ടും. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ നിങ്ങൾ ഈ ഗെയിം കളിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ആളുകളെ കൂടുതൽ ഇൻട്രസ്റ്റ് ആക്കി പിടിച്ചിരുത്താൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഗെയിം കളിക്കുന്നത് മതി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമുക്കിതിനെ എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഏറ്റവും താഴെ നോക്കുക എക്സിറ്റ് ഗെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വീണ്ടും നമ്മളിവിടെ എക്സിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി കുറച്ച് നേരം നിങ്ങൾ എങ്ങനെയാണോ നോർമലി ലൈവിൽ ആളുകളോട് ഡയറക്റ്റ് സംസാരിച്ച് അവരെ എൻഗേജ് ചെയ്ത് നിങ്ങൾ ലൈവിൽ നിർത്തുന്നത് ആ രീതിയിൽ നിങ്ങൾ സംസാരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ മറ്റൊരു ഗെയിം കൂടി അവരെ കളിച്ച് കാണിക്കണം. അപ്പോൾ നിങ്ങൾ വീണ്ടും ഈ പ്ലേയബിൾസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക ഇനി രണ്ടാമത്തെ ഗെയിം ഹൈഡ് ആൻഡ് സീക്ക്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ ലോഡായി വരികയാണ്. ഇതിപ്പോൾ ലോഡായി വന്നതിന് ശേഷം ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഹൈഡ്, രണ്ട് സീക്ക്. അതായത് നമ്മൾ ഹൈഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒളിച്ചിരിക്കും, അവർ നമ്മളെ കണ്ടുപിടിക്കും. അതുപോലെ നമ്മൾ സീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒളിച്ചിരിക്കും, നമ്മൾ അവരെ കണ്ടുപിടിക്കണം. അപ്പം ഞാനിവിടെ ഹൈഡിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പം ഞാനിവിടെ ഒളിച്ചിരിക്കുന്ന ഒരു പരിപാടി കുറേ നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ നേരം കളിച്ച് കഴിയുമ്പോഴത്തേന് അവരെന്നെ ഇവിടെ വന്ന് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇതിനെ നല്ല രസകരമായ രീതിയിൽ നമ്മുടെ സൗണ്ടൊക്കെ കൊടുത്ത് എക്സ്പ്രഷനൊക്കെ കൊടുത്ത് നമ്മൾ കളിക്കുകയാണെങ്കിൽ ആളുകളെ നമുക്ക് ഒരുപാട് നേരം നമ്മുടെ ലൈവിൽ പിടിച്ചിരുത്താൻ പറ്റും. അപ്പം നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. അപ്പം ഞാനിവിടെ എക്സിറ്റ് ഗെയിമിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ എക്സിറ്റ് ഗെയിമിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി വീണ്ടും എക്സിറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ താഴെയായിട്ട് ഒരുപാട് ഗെയിംസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോ ലൈവിലായിട്ട് ഓരോ ഗെയിമുകളും കളിച്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക.
ഈ ഗെയിംസിന് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടേതായ എക്സ്പ്രഷനും കാര്യങ്ങളും സൗണ്ടുകളും ഒക്കെ കൊടുത്ത് നല്ല രസകരമായ രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആളുകളെ നിങ്ങൾക്ക് കൂടുതൽ നേരം നിങ്ങളുടെ ലൈവിൽ പിടിച്ചിരുത്താൻ പറ്റും. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ വാച്ച് അവറും കൂട്ടിയെടുക്കാം. അതുപോലെ ഈ ഓഡിയൻസ് എൻഗേജ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ വ്യൂസും കിട്ടും. അതുപോലെ ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബേഴ്സും നിങ്ങൾക്ക് ഇവിടെ കൂടി കിട്ടും. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഞാൻ ആദ്യത്തെ ഗെയിം കളിച്ചപ്പോൾ എൻ്റെ ഓഡിയൻസിന് എല്ലാവർക്കും ഗെയിമും കാണാൻ പറ്റി, എന്നെയും കാണാൻ പറ്റി. അതുപോലെ തന്നെ ഈ ഗെയിമിൻ്റെ സൗണ്ടും എൻ്റെ സൗണ്ടും എല്ലാം കറക്റ്റായിട്ട് തന്നെ അവർക്ക് കേൾക്കാനും പറ്റി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ 3-4 ഗെയിം കളിച്ച് നോക്കി, അവർക്ക് ആർക്കും കറക്റ്റായിട്ട് ആ ഗെയിം കാണാൻ പറ്റിയില്ല. ബ്ലാങ്ക് സ്ക്രീൻ വരികയായിരുന്നു, അതല്ലെങ്കിൽ നെറ്റ്വർക്ക് സ്ലോ ആയിട്ട് വരികയായിരുന്നു. അങ്ങനെ പതുക്കെ എൻ്റെ ലൈവ് തന്നെ കട്ടായിപ്പോയി. അത് മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മുടെ ഒരു പുതിയ അപ്ഡേറ്റ്സ് യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഒന്ന് ശരിയായി വരാൻ കുറച്ച് സമയമെടുക്കും. നിങ്ങൾ ഈ ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഇത് നിങ്ങളുടെ പ്രശ്നമേ അല്ല. യൂട്യൂബ് ഇതിനെ എത്രയും പെട്ടെന്ന് റെഡിയാക്കി കൊണ്ടുവരുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത് വളരെ നല്ല അപ്ഡേറ്റ് തന്നെയാണ്. നിങ്ങൾ കളിക്കാതിരിക്കേണ്ട, നിങ്ങൾ കളിക്കുക. കാരണം എപ്പോഴും ഈ ഒരു പ്രശ്നം വരണമെന്നുമില്ല. കാരണം എൻ്റെ ആദ്യത്തെ ഗെയിം എല്ലാവർക്കും കാണാനും കേൾക്കാനും പറ്റിയതാണ്. അതിനുശേഷമുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷെ ഓഡിയൻസിന് ചില സമയത്ത് ഒരു ബ്ലാങ്ക് സ്ക്രീൻ വരുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അത് എപ്പോഴും വരണമെന്നുമില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് യൂട്യൂബ് എത്രയും പെട്ടെന്ന് ശരിയാക്കിക്കോളും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.